രമ, ഇപ്പോൾ സർക്കാർ ഒന്നും ചെയ്യില്ല എന്ന് താങ്കൾ പറയുന്നത് താങ്കളുടെ കൂടി അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സഭയിൽ പറഞ്ഞ കള്ള വാഗ്ദാനങ്ങൾ അത് എത്രത്തോളം വലിയ കളവായിരുന്നു എന്ന് ഇത്ര വർഷം കൊണ്ട് തെളിഞ്ഞു എന്നുള്ളതാണ് രമ പറയുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ WCC തന്നെ നിയമ നടപടികളിലേക്ക് കടക്കണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കാൻ പോകുന്നു. ഞങ്ങൾ മാധ്യമങ്ങൾ ആ വിഷയത്തിൽ തുടർ ചർച്ചകൾ നടത്തുന്നു. പ്രതിപക്ഷം ഇപ്പോൾ ഇതിനകം തന്നെ യൂത്ത് കോൺഗ്രസ് പരാതി DGPക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് ഓരോ ഇരയും പോയി മൊഴി നൽകേണ്ടതില്ല, അതല്ലാതെ തന്നെ കേസെടുക്കാമെന്ന് അഡ്വക്കേറ്റ് ശ്രീകുമാറിനെ പോലെ മുതിർന്ന അഭിഭാഷകർ പറയുകയും ചെയ്യുന്നു. അപ്പോൾ 4 ഭാഗത്തു നിന്നും ഈ സമ്മർദ്ദം വരുമ്പോൾ സർക്കാരിന് പ്രവർത്തിക്കേണ്ടി വരില്ലേ രമ? സർക്കാരിന് പ്രവർത്തിക്കേണ്ടി വരേണ്ടതാണ്. പക്ഷേ പ്രവർത്തിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇപ്പോൾ പല കാര്യങ്ങളിലും ഉരുണ്ട് കളിക്കുന്നത്. കുറ്റകരമായ അനാസ്ഥയാണ് ഇതുവരെ സർക്കാർ പുലർത്തിപ്പോകുന്നത്. അപ്പോൾ ഇനി പല ഭാഗത്തു നിന്ന് സമ്മർദ്ദം വന്ന പല സമ്മർദ്ദത്തിൻ്റെയും ഒടുവിലാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത് എന്ന് നമുക്കറിയാം. സർക്കാർ സ്വമേധയാ പുറത്തു വിട്ടതല്ല. അതിൻ്റെ അവസാനം പുറത്തു വിടാൻ വേണ്ടി ഹൈക്കോടതിയുടെ ഇടപെടൽ, വിവരാവകാശ കമ്മീഷൻ്റെ ഇടപെടൽ, മാധ്യമങ്ങളുടെ ഇടപെടൽ, നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒക്കെ ഇടപെടലൊക്കെ എടുത്തു പറയേണ്ടതാണ്. എത്ര വർഷങ്ങളായി ഒരു കേസിൻ്റെ പിറകെ നടക്കുന്നു എന്നുള്ളതും അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളുമൊക്കെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് നല്ല പ്രതിപക്ഷ പ്രവർത്തനം തന്നെയാണ് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെയുള്ള ശ്രമം തീർച്ചയായിട്ടും സർക്കാർ അതിലേക്ക് എത്തിപ്പെടേണ്ടതാണ്. എത്തിപ്പെടുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നമ്മുടെയൊക്കെ അനുഭവത്തിൽ ഞാനതാണ് പറഞ്ഞത്. നമുക്ക് നിയമസഭയിൽ 13/7/21 സർക്കാർ കൃത്യമായ ഡേറ്റ് വെച്ച് പറയുന്നു. 13/7/21 സിനിമാ മേഖലയിലെ പ്രമുഖരുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം നീളുന്ന മീറ്റിംഗ് നടത്തി എന്നാണ് പറയുന്നത്. ആ മീറ്റിങ്ങിൽ വെച്ചിട്ട് ചില ശുപാർശകൾ സ്വീകരിക്കാവുന്ന തുടർ നടപടികൾ സംബന്ധിച്ച് വിശദമായ ചർച്ച ചെയ്തു എന്നാണ് പറയുന്നത്. 13/7/21 ഡേറ്റ് വെച്ച് പറയുന്നു. എന്താണത് ചർച്ച ചെയ്തത്? ആ ചർച്ച ചെയ്യുമ്പോൾ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ വിവരങ്ങൾ എന്താണ് എന്നത് സർക്കാരിനെ സംബന്ധിച്ചില്ലേ? പരിശോധിച്ചിട്ടുണ്ടാകുമല്ലോ. അത് പരിശോധിച്ചിട്ടാണല്ലോ